നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിലെ ലാലിഗയിലെ റയോ വയക്കാനോക്കെതിരെ 2-1 വിജയിച്ച് കയറുമ്പോൾ കളിയുടെ അവസാന ഘട്ടത്തിൽ പെനാൽറ്റിയിലൂടെ ഗോളടിച്ചുകൊണ്ട് കിലിയൻ എംബാപ്പയാണ് ടീമിനെ രക്ഷപ്പെടുത്തിയത്. പക്ഷേ എംബാപ്പയ്ക്ക് അതിനു മുമ്പ് ഒരു ഓപ്പൺ ചാൻസ് ഒക്കെ കിട്ടിയിരുന്നു. ഗോളിയില്ലാത്ത പോസ്റ്റിലേക്ക് അടിച്ചത് ബാറിലടിച്ച് പോകുന്ന നിരാശജനകമായ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. വലിയ വിമർശനങ്ങളിലേക്ക് വീണ്ടുമായിരുന്ന ടീമിനെ പക്ഷേ ഒടുവിൽ ലഭിച്ച പെനാൽറ്റി കൃത്യമായി ലക്ഷ്യത്തിലെത്തിച്ച് അദ്ദേഹം രക്ഷപ്പെടുത്തിയെടുത്തു. എംബാപ്പയുടെ പെനാൽറ്റി മികവ് അത് നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ്. ഈ സീസണിൽ ഇപ്പോൾ 12 പെനാൽറ്റി ഗോളുകളായിരിക്കുന്നു. ആകെ അദ്ദേഹം അടിച്ചത് 37 ഗോളുകളാണെങ്കിൽ ഈ സീസണിൽ ആ 37 ഗോളുകളിൽ 12 പെനാൽറ്റി വഴിയാണ്. ബാക്കി 25 ഗോളാണ് അദ്ദേഹം ഓപ്പൺ പ്ലേയിൽ നിന്ന് അടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇങ്ങനെ പെനാൽറ്റി ഗോളാക്കി മാറ്റുന്നതിൽ പ്രത്യേകം മിടുക്കുള്ള കുറേ താരങ്ങളുണ്ട്. ആ കൂട്ടത്തിലേക്ക് നമുക്കിപ്പം എംബാപ്പയെ കൂടി ചേർക്കണം. ക്രിസ്ത്യാനോ റൊണാൾഡോ, കിലിയൻ എംബാപ്പെ, നെയ്മർ ജൂനിയർ, ലിയോ മെസ്സി, ഇങ്ങനെയൊക്കെയുള്ള മഹാരഥന്മാർക്കിടയിൽ എംബാപ്പയ്ക്കും നമ്മൾ സ്ഥാനം കൊടുക്കുമ്പോൾ അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ഗോളടി മികവ് തന്നെയാണ്. ഏതായാലും പെനാൽറ്റിയിലും അദ്ദേഹം ഇപ്പോൾ മിന്നും ഫോമിലാണ്. 12 പെനാൽറ്റികൾ ഈ സീസണിൽ അദ്ദേഹം നേടിക്കഴിഞ്ഞു, ഗോളാക്കി മാറ്റിക്കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ ഈ സീസണിലെ ലാലിഗയിലെ ഗോൾസ് പെർ ഗെയിം ഒന്ന് നോക്കിയാൽ 1.07 ആണ്. അതായത് ഒരു കളിയിൽ ഒരു ഗോളിലധികം നേടുന്നു എന്ന രൂപത്തിലാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലാലിഗയിൽ മാത്രമായിട്ട് അദ്ദേഹത്തിൻ്റെ വക ഇത്തവണ 22 ഗോളുകളായി കഴിഞ്ഞു. ലാലിഗയിലെ ടോപ്പ് സ്കോറർ പട്ടികയിലും അദ്ദേഹം 1ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.